നമസ്കാരം ഗൈസ്. ഒനീൽ ഇഷ്യൂ ഇന്നലെ ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ, അതിലെ നോറയുടെയും ഒനീലിന്റെയും ഇഷ്യൂ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം തന്നെ അതിലെ നോറയുടെ കൊടുത്തു. അത് കഴിയുമ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഒനീലിന്റെ ഇഷ്യൂ എവിടെ എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നി ഇതെന്താ ഇത്രയും വലിയൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റർ ആയിട്ട് എന്താണ് ഇങ്ങനെ ലാഗ് ആക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ലാലേട്ടൻ വന്നിട്ട് ഒനീൽ കാര്യം നമ്മൾ തീരുമാനത്തിലെടുത്തിട്ടുണ്ട്, നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനമായി. ആൻഡ് അതിൽ എനിക്കത് ഇങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നല്ലോണം മസാല ഒക്കെ പരട്ടി ഫ്രൈ ആക്കി ലക്ഷ്മിയെ ഇന്നലെ. അതായത് ഈ ഫ്രൈഡേ എപ്പിസോഡ്, സാറ്റർഡേ സൺഡേത്തെ എപ്പിസോഡ് ഞാൻ നേരത്തെ പറഞ്ഞ മതി ഫ്രൈഡേ ഒരു ദിവസമാണ് എടുക്കുന്നത്. ആക്ച്വലി ഫ്രൈഡേ തന്നെ നിർത്തി പൊരിച്ച് കറിയാക്കി ആ ഡിഷാണ് നമുക്ക് സാറ്റർഡേ സൺഡേ ആയിട്ട് ലക്ഷ്മി മറ്റേ ബിഗ് ബോസ് ടീം നമുക്ക് സെർവ് ചെയ്തത്. മീൻ ഇൻ കേസ് ഓഫ് ലക്ഷ്മി. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, പെട്ടെന്ന് എല്ലാം കൂടി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് തലയിലോട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നു. പക്ഷെ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ ഇമോഷൻ ഇല്ലാത്തൊരു വ്യക്തി. കാരണം ഒരാൾ നമ്മളെ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു മസ്താനിയുടെ മുഖത്ത് ഒരുപാട് ഇത് വരുന്നുണ്ട്. പക്ഷേ ലൈക്ക് ലക്ഷ്മിയുടെ മുഖത്ത് ഒരു സംഭവം വരുന്നില്ല. ആൾ ഇങ്ങനെ തന്നെ സ്റ്റബേൺ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അത് എന്തോ വോട്ടെവർ. അപ്പം മസ്താനിയുടെ കേസ് ആണെങ്കിലും മസ്താനി അവിടെ വളരെ ലൈക്ക് പരസ്യമാക്കണ്ട എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഞാൻ ഈ പറഞ്ഞ മാതിരി ഇനി കേരളത്തിൽ വളരെ ഇന്നലെ വൈകിട്ട് എങ്ങാനും ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം ആള് മാപ്പ് പറയുന്നുണ്ട്. മാപ്പ് പറയുമ്പോൾ ഒനീല് പറയുന്നുണ്ട്, വാവിട്ട വാക്കും കൈവിട്ടായതൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും മ്ലേച്ഛമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവം. അച്ഛനും അമ്മയും ഏജ്ഡാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവര് വീട്ടിലാണ്, സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് വളരെ അറ്റാച്ച് ഇല്ലാത്ത ആൾക്കാരാണ്. ഇത് എപ്പിസോഡിലൂടെ കാണുമ്പം എത്രയൊക്കെ ആയാലും സ്വന്തം മോനല്ലേ, ആ ഒരു പെടപ്പ് അത് മനസാക്ഷി ഉള്ളവർക്ക്, ലക്ഷ്മിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മനസാക്ഷി ഉള്ളവർക്ക് ഏകദേശം അത് മനസ്സിലാവുന്ന കാര്യമാണ്. 4 വയസ്സുള്ള കുട്ടി ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുമെന്ന് പേടിച്ച ലക്ഷ്മി അതിനേക്കാളും പതിമടങ്ങാണ് സ്വന്തം മോൻ ഇരുന്ന് കരയണ കാണുമ്പോൾ ഉണ്ടാവുന്ന പാരന്റ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതും അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ആര്, നമ്മുടെ ഒനീൽ എന്ന് പറയുന്നത് വ്യക്തി. അപ്പോ ഈ ഒരുപാട് ഒനീൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. ഓക്കെ. പക കൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരെ ബാക്ക് സ്റ്റാബ് ചെയ്യാത്ത കുറ്റത്തിന് പറയാ, പ്രേമിച്ച് കുറെ കഴിഞ്ഞതിന് ശേഷം വേണ്ടാന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തു എന്ന് പറയാ, കൺസെന്റോട് കൂടിയിട്ട് സെക്സ് ചെയ്തതിന് ശേഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ പറയാ. അതായത് ഒരു 13-14 പ്രാവശ്യമൊക്കെ സെക്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ പറയുന്നുണ്ട് അവനെ കയറി പിടിച്ചു എന്നുള്ളത്. കാരണം അവർക്ക് അപ്പോഴായിരിക്കും ആ ഒരു ബോധം വന്നിട്ടുണ്ടാവുക, ഓ കയറി പിടിക്കാം എന്നുള്ള ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ആണുങ്ങളെ എടുത്തിട്ട് എന്താ പറയാ പ്രശ്നം ഉണ്ടാക്കാനും ചോദിക്കാനൊന്നും ആരും വരത്തില്ല. ലോ അടക്കം തന്നെ ചോദിക്കാൻ വരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ആചാരം ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ഒനീലുണ്ട് സഫർ ചെയ്യുന്നത്. ഇതിനേക്കാൾ ഇരട്ടി സഫർ ചെയ്യുന്ന ഒനീലുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ലോ സംബന്ധമാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര ഭയങ്കര ബാക്കോട്ടാണ്. ആ ഒരു സിറ്റുവേഷൻ ക്ലിയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരുത്തനുണ്ടാവും, ആ ഇത് അവനല്ലേ, അവളെ കയറി പിടിച്ചവനല്ലേ എന്നുള്ളൊരു വർത്തമാനം പറയാനായിട്ട് ഉണ്ടാവും. അപ്പൊ എത്രയൊക്കെ ആയാലും ചില പേരുകൾ തേച്ചാലും കുളിച്ചാലും പോകുന്നില്ല. മോഷ്ടിക്കപ്പെടാതെ തന്നെ കള്ളൻ എന്ന് പേര് കേട്ടവർ, ഒരു തെറ്റും ചെയ്യാതെ തന്നെ പെണ്ണിനെ കയറി പിടിക്കുന്നവനാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ളത് എത്ര പറഞ്ഞാലും മാറി പോകത്തില്ല, എത്ര ക്ലിയർ ആക്കിയാലും. അപ്പൊ ഒനീലിന്റെ ഈ ഒരു സംഭവം, ഒനീൽ stubborn ആയിട്ട് തന്നെ നിന്നു, ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഒനീല് ലക്ഷ്മി പറഞ്ഞെടുത്ത് ക്ഷമിച്ചിരുന്നെങ്കിൽ ഈ കാര്യം ഭയങ്കരമായിട്ട് വേറൊരു രീതിയിലോട്ട് പോയേനെ. ക്ഷമിക്കാൻ കാണിക്കുന്ന മനസ്സ് വലുതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഒട്ടും തന്നെ ക്ഷമിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ലാലേട്ടൻ ചോദിക്കുകയും അതിൻ്റെതായ രീതിയിൽ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. ഒനീൽ പറഞ്ഞത് കേരളത്തിലെ എല്ലാ പുരുഷന്മാരോടും മാപ്പ് പറയട്ടെ എന്നുള്ളതാണ്. അതിൽ ഞാൻ ജനറലൈസ് ചെയ്യാതെ ഈ പറയുന്നത്, എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുന്നത്, ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പുരുഷ വിരോധി എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അവിടെ നിൽക്കുന്നത്. മേ ബി അവരുടെ പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ എല്ലാം ആയിരിക്കും, എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു സംഭവമാണ് കൊടുത്തത്. അപ്പോ അത് അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്നലെയും ഓൾമോസ്റ്റ് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒനീലിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ഒനീൽ എന്താന്നുള്ളത് ഓൾറെഡി നമുക്ക് ലാലേട്ടൻ പറഞ്ഞതിന് മുമ്പ് ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായി. ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ്, അത് തട്ടി വീണപ്പോൾ പറ്റിയ ഒരു സംഭവമാണെന്നുള്ളത്. അപ്പൊ മസ്താനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് വരേണ്ട കാര്യമില്ല. അത് ലക്ഷ്മിയുടെ പറ്റിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്ക് ഇട്ടിട്ട് എല്ലാവരെയും അറിയിച്ച് ഇതൊരു കോണ്ടന്റ് ആക്കാൻ നോക്കിയതാണ് ഏറ്റവും വലിയ വിഷയം. അല്ലെങ്കിൽ ആരും അറിയാതെ അല്ല, മൈക്ക് മാറ്റി വെച്ചിട്ട് ചോദിക്കേണ്ട രീതിയുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിക്കേണ്ട രീതികളുണ്ട്. ആ രീതിയേക്കാൾ മാറി
ഇത് ഭയങ്കര സംഭവമാണ്, ഞാൻ ഇങ്ങനെ ഒരു വൃത്തികേട് ഈ വൃത്തികെട്ടവനിൽ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അവിടെ ആ ഒരു സംഭവം ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിനുശേഷം പിന്നെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഗിൽറ്റി ആയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ സഫർ ചെയ്യുന്നത്. നമ്മുടെ ലോയും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണാണെങ്കിലും അയാളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെകഞ്ഞതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക. അല്ലാതെ ഒരു പെൺകുട്ടി വന്നിട്ട് അവനെന്നെ കയറി പിടിച്ചു എന്ന് പറയുമ്പോഴേക്കും കേട്ട പാതി കേൾക്കാത്ത പാതി അവനെ എടുത്തിട്ട് പുതുക്കാന്ന് പറയുന്ന സംഭവം മാറ്റണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. പക്ഷെ അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒനീലിന്റെ 2 വേർഷൻസ് ഉണ്ട്. ഒനീൽ ആദ്യം പറയുന്നുണ്ട് ഇമ്മാതിരി ആൾക്കാരുള്ള അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം, കൺഫെഷൻ റൂമിലോട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. അവിടെയും ആള് സ്ട്രോങ് ആയിട്ട് നിന്നതിന് ശേഷം ഒരു ഒറ്റ കരച്ചിലാണ്, ഒറ്റ പൊട്ടി കരച്ചിലാണ്. കാരണം ആ കരച്ചിലാണ് കേരളം എല്ലാവരും ഓൾമോസ്റ്റ് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആൺകുട്ടികളുണ്ട്. കാരണം എനിക്കും അങ്ങനത്തെ സിറ്റുവേഷൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലക്ഷ്മിയെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട്, എല്ലാവരും അല്ല, ഒരുപാട് സ്ത്രീകളുണ്ട്. ഓക്കെ, അപ്പൊ പുരുഷന്മാരോട് മാപ്പ് പറയാനുള്ള സംഭവത്തോട് കൂടിയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു യുനോ അത് ലൈക്ക് യുനോ ഒരു 48 മണിക്കൂറെങ്കിലും ആളെ ഒന്ന് അകത്തിടായിരുന്നു. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇല്ല ഇറക്കി വിടുക അതന്നെ ഉള്ളൂ, ഇങ്ങനെ പറയുന്നവരെ ഇറക്കി വിടുക എന്നല്ലാതെ വേറെ അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ ഇറക്കി വിട്ടില്ല. പക്ഷെ എന്നാൽ ഈ ഒരു കാര്യത്തിൽ തീരുമാനമായി, എല്ലാവരുടെയും സത്യാവസ്ഥ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പൊ ഇതേപോലെ തന്നെ ഇതുപോലെ കഷ്ടപ്പെടുന്ന, ഇതേപോലെ അനാവശ്യ ചീത്തപ്പേര് കേൾക്കുന്ന ഒനീലുകൾക്ക് ഇങ്ങനെ ഒരു നീതി ഉണ്ടാവട്ടെ.